എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കോട്ടയം ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സെനറ്റ് ഓഫ് സെറാമ്പൂർ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള CSI മധ്യകേരള മഹായിടവകയുടെ ഒരു അഭിമാന സ്ഥാപനമാണ്. മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കൊശിച്ചെറിയാൻ ചെയർമാനും റവറൻഡ് ഡോക്ടർ VG വർഗീസ് ഈപ്പൻ പ്രിൻസിപ്പളുമായ BMTI ഓഫ്ലൈൻ ഓൺലൈൻ വിവിധ കോഴ്സുകളിലായി 90ഓളം സ്റ്റുഡൻസ് പഠനം തുടരുന്നു. 15 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇപ്പോൾ BMTI ഭാഗമായി പ്രവർത്തിക്കുന്നു. ചാമ്പൽ ബുധൻ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ ലെന്റ് ടോക്സ് ഫ്രം ആഷസ് ടു റിസറക്ഷൻ, എ ജേർണി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ലെന്റ് എന്ന പേരിൽ നോമ്പ് ധ്യാന ചിന്തകൾ എല്ലാ ദിവസവും BMTIയുടെ ആഭിമുഖ്യത്തിൽ പങ്കിടുവാൻ തക്കവണ്ണം സാധിച്ചു. ഇതിൽ ഭാഗഭാക്കായ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. BMTI ഫാക്കൽറ്റി അംഗങ്ങളായ ജോൺസൺ പീറ്റർ കുന്നപ്പള്ളി അച്ഛൻ്റെയും ലാൽജി ഫിലിപ്പ് അച്ഛൻ്റെയും കോർഡിനേഷനിൽ ആശിഷ് തോമസ് മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള BMTI സ്റ്റുഡൻസ് ആണ് ടെക്നിക്കൽ ടീം മെമ്പേഴ്സായി പ്രവർത്തിച്ചത്. അഭിവന്യ ബിഷപ്പുമാർ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, മധ്യകേരള മഹായിടവകയിലെ ഉന്നത ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിച്ച അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, കൊച്ചമ്മമാർ, ആത്മായർ, കൂടാതെ BMTI സ്റ്റുഡൻസ് ഓരോ ദിവസത്തെയും ലെന്റ് ടോക്സ് ധ്യാന ചിന്തകൾക്ക് നേതൃത്വം നൽകി. മഹായിടവക ബിഷപ്പിന്റെ നാളത്തെ ഈസ്റ്റർ ദൂതോടുകൂടെ ലെന്റ് ടോക്സ് പരമ്പര അവസാനിക്കുകയാണ്. മഹായിടവക കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റും വിവിധ CSI കൊയറുകളും ഫലപ്രദമായി ഈ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ സഹകരിച്ചു. എല്ലാവരോടുമുള്ള BMTI കുടുംബത്തിൻ്റെ ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ലെന്റ് ടോക്സിൽ 52 ധ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. BMTI ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ സഹകരണത്തിന് ഈ സമയത്ത് കൃതജ്ഞത അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. രൂപാന്തരത്തിൻ്റെ തിരിച്ചറിവുകൾ, റിയലൈസേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. മഹാത്മാ ഗാന്ധിജി പറയുന്ന 7 സോഷ്യൽ സിൻസ്, 7 സാമൂഹിക പാപങ്ങൾ എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ ഇപ്രകാരം വിഭജിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എഡ്യൂക്കേഷൻ വിതൗട്ട് ക്യാരക്ടർ, സ്വഭാവ ശ്രേഷ്ഠതയില്ലാത്ത വിദ്യാഭ്യാസം. വർഷിപ്പ് വിതൗട്ട് സാക്രിഫൈസ്, യാഗമില്ലാതെയുള്ള ആരാധന. വെൽത്ത് വിതൗട്ട് വർക്ക്, അധ്വാനം കൂടാതെയുള്ള സമ്പത്ത്. സർവീസ് വിതൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം കൂടാതെയുള്ള ശുശ്രൂഷ. പ്ലഷർ വിതൗട്ട് കോൺഷ്യസ്, സചേതനമല്ലാത്ത ഉല്ലാസം. ദൈവാവബോധം നഷ്ടപ്പെട്ട് ലോക താല്പര്യങ്ങൾക്ക് അനുരൂപമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. തിരിച്ചറിവുകൾ തിരുത്തലുകളിലേക്കും രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അത് സമർപ്പണത്തിലൂടെ ക്രൂശിന്റെ സ്നേഹഗാഥ രചിക്കുവാൻ പര്യാപ്തമാകുന്നു. പ്രശ്നകലുഷിതമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാർത്ഥതയുടെയും അധികാരത്തിൻ്റെയും അധീശത്വത്തിൻ്റെയും തിന്മയുടെയും ലോക താല്പര്യത്തോട് അനുരൂപപ്പെടാതെ ആപേക്ഷികമായിട്ടുള്ളതല്ല, മറിച്ച് ആത്യന്തികവും നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഈ തിരിച്ചറിവ് കേവലം പുറമേയുള്ള മാറ്റം എന്നതിനേക്കാൾ ദൈവിക ഭാവത്തെ ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ പുതുക്കത്തിലേക്ക് നമ്മെ നയിക്കും.
ലോകത്തോട് അനുരൂപമാകാതെ എന്നതുകൊണ്ട് ലോകത്തിൽ നിന്ന് മാറിയുള്ള ജീവിതം എന്നല്ല, മറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ലോകത്തിലെങ്കിലും ലോകക്കാരാകാതെ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കണം. സത്യവും നീതിയും നന്മയും എന്തെന്നും ശരിയും തെറ്റും വിവേചിച്ചറിയുവാൻ നാം സംശയാലുക്കളാകുന്ന ഇന്നത്തെ വ്യവസ്ഥിതികളുടെ മധ്യത്തിൽ കേവലം വ്യക്തിപരമായിട്ടുള്ള രൂപാന്തരം മാത്രമല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. സഭയിലെയും സമൂഹത്തിലെയും തിന്മകളുടെ ഘടനകളും വ്യവസ്ഥിതികളും രൂപാന്തരപ്പെടണം. ആ ദൈവരാജ്യ വ്യവസ്ഥിതിക്കായിട്ടുള്ള തിരിച്ചറിവുകളും തിരുത്തലുകളുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 12-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ സമർപ്പണം എന്നതിനോട് ചേർത്ത് വായിക്കുന്ന 2 കാര്യങ്ങളാണ് ആരാധനയും യാഗവും. സമർപ്പണത്തിന്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലാണ്. കർത്താവിനോട് ക്രൂശിനോട് ചേർത്ത് വെച്ച് ജീവനും വിശുദ്ധിയുള്ള യാഗമായി നമ്മെ തന്നെ അർപ്പണം ചെയ്യുവാൻ സാധിക്കണം. ക്രൂശിലെ സ്വയത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും നീതിയുടെയും മറ്റുള്ളവർക്കായി തന്നെ വെറുമയാക്കിയ ക്രിസ്തുഭാവത്തെ ഉൾക്കൊള്ളുവാൻ സമർപ്പിത സമൂഹത്തിന് സാധ്യമായി തീരണം. അപ്പോഴാണ് ക്രൂശിന്റെ സ്നേഹസംഗീതം മുതിർക്കുന്ന ആരാധന സമൂഹമായിട്ട് നമ്മൾ മാറുന്നത്. അങ്ങനെയാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുന്ന ഉയർപ്പിന്റെ അനുഭവം സ്വായത്തമാകുന്നത്. ക്രൂശിലെ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ടവരോടും പീഡിപ്പിക്കപ്പെട്ടവരോടുമുള്ള കർത്താവിന്റെ താതാത്മ്യപ്പെടലാണ്. ഇത്തരത്തിലുള്ള ഒരു പക്ഷം ചേരലാണ് യഥാർത്ഥ തിരിച്ചറിവിലൂടെ രൂപാന്തരത്തിലേക്കും സമർപ്പണത്തിലേക്കും വന്നവരുടെ ഉത്തരവാദിത്വം. തിരിച്ചറിവ് തിരുത്തലുകളിലേക്കും മനസ്സിന്റെ രൂപാന്തരത്തിലേക്കും നമ്മെ നയിക്കട്ടെ. ഒരു ആരാധനാ സമൂഹമായി ക്രൂശിന്റെ സ്നേഹഗാഥ നമുക്ക് ഉയർത്താം. ഇത് ക്രിസ്തുഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അടയാളപ്പെടുത്തലുകളായി സമൂഹത്തിൽ വെളിച്ചം പരത്തട്ടെ. ഫ്രം ആഷസ് ടു റിസറക്ഷൻ, എ ജേർണി ഓഫ് ട്രാൻസ്ഫർമേഷൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരിച്ചറിവുകളിലൂടെ രൂപാന്തരത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. ക്രിസ്തുഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിത ആരാധനാ സമൂഹമായി ഉയർപ്പിന്റെ അനുഭവത്തിൽ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ.